അപ്പോൾ അവർ മേലേക്ക് അവരങ്ങനെ കയറ്റുവാണ്. അപ്പോൾ ഉണ്ടോ അതിങ്ങനെ അടുക്കടുക്ക് ഓരോ പിരമിഡ് പോലെ അവരുണ്ടാക്കി വെച്ചിട്ട് ഏരിയ ഫുൾ. ഞാൻ അതിൽ പോകുമ്പോൾ ഇങ്ങനെ പുകയുന്നു, ഇവിടെ തന്നെ ഇങ്ങനെ പുകയുന്നു, ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നു. ഈ സൈഡിലേക്ക് വന്നാലേ എത്രയോ ബോട്ടുകളാണ്. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ നമ്മൾ കിടന്നത് MR പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. പെട്രോൾ പമ്പിനകത്തേക്ക് പോകണമെങ്കിലായിരുന്നു. പക്ഷേ ഞാൻ പോവാതെ ഞാൻ ഇവിടെ ഈ ഹോട്ടലുകാരോട് ചോദിച്ചപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇന്നലെ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് രാമനാഥപുരം, രാമേശ്വരം, ധനുഷ്കോടി. ഇതിലേക്ക് കൊണ്ടു നമ്മൾ എവിടേക്ക് എത്താറില്ല. ഇവിടുന്ന് രാമേശ്വരത്തേക്ക് തന്നെ നമുക്ക് 103 കിലോമീറ്ററോളുണ്ട്. ഇന്നലെ നമ്മൾ ഓടിയ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ 130 എന്തോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ രാമേശ്വരത്തേക്ക് എത്തുമായിരിക്കാം എന്നാണ് കരുതുന്നത്. പറ്റുവാണെങ്കിൽ ഇന്ന് രാമേശ്വരം കവറാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വഴിയിലെവിടെയും ഇറങ്ങാൻ വേണ്ടി പാടില്ല, ഇറങ്ങാതെ പോകേണ്ടി വരും. അപ്പോഴേ നമുക്കത് കവറാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താലും നിങ്ങൾ മറക്കരുത്. നിങ്ങളത് ചെയ്തു തരിക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടുന്ന് ഈ ഒരു വഴിയിലൂടെ എങ്ങനെയാണ് നമുക്ക് പോവേണ്ടത്. ഞാൻ പോകുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ തികച്ചും തീരദേശ പ്രദേശങ്ങളിലൂടെ തന്നെയാണ്, തീരദേശ ഹൈവേയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ 103 കിലോമീറ്റർ. ഇവിടെ നിന്ന് രാമനാഥപുരത്തേക്ക് 47 കിലോമീറ്റർ ആണുള്ളത്. രാമനാഥപുരത്ത് നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഒരു പ്രാന്തപ്രദേശം ഇന്നലെ തൊട്ട് ഞാൻ കാണൽ തുടങ്ങിയതാണ്. ഈ മുൾക്കാടാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചുറ്റിനും, അതായത് റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. എല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമങ്ങളാണ്. പ്രധാന വരുമാനം അവർക്ക് അത് തന്നെയാണ്, അവരുടെ തൊഴിലതാണ്. അപ്പൊ ഇന്ന് തൽക്കാലം ഞാൻ ഗ്രാമങ്ങളൊന്നും കയറുന്നില്ല. ഞാൻ അങ്ങനെ രാമേശ്വരം പിടിക്കുവാണ്. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഇന്നും തന്നെ രാമേശ്വരം എത്തില്ല എന്നുള്ളതാണ്. പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതരമായിട്ട് എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉള്ളിലോട്ട് കയറിയാലേ കാണുള്ളൂ എന്നാണെങ്കിൽ അത് കയറും. പോകുന്ന പോലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം പോവാം. ഇവിടെ ഇപ്പം ഇന്നലെ നമ്മൾ ആ പായൽ കണ്ടില്ലേ, പായൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടൽ പായലൊക്കെ ഇങ്ങനെ കാണുന്നതും അതൊരു കൃഷിയായിട്ട് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അങ്ങനത്തെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കടലിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും അതുവഴി ഒന്ന് കയറി ഇറങ്ങാം എന്നല്ലാതെ വേറെ വഴിയിലൂടെ നമ്മൾ തിരിയില്ല. ആ റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു ഉമ്മ കുടം കൊണ്ടുവരുന്ന, അതിൽ കണ്ടോ, ഇത് ഒരു വില്ലേജ് ആട്ടോ. അതേപോലെ തന്നെ ഇതാണ്ടോ കുടം കൊണ്ടുപോകുന്ന ഒരു ചേട്ടൻ കുടം കൊണ്ടുപോകണുണ്ടോ. 1 2 3 4 5 കുടം അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യം എങ്ങനെയാണോ അതിലേക്ക് വേണ്ട ചില്ലറ പൊടിക്കൈകൾ നമ്മൾ ഉപയോഗിക്കണം. അത് ഏത് തരത്തിലായാലും നമ്മളത് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ വെള്ളത്തിന്റെ ക്ഷാമം എന്ന് പറയുന്നത് അതിഭീകരമാണ്. കാരണം കടൽ തീരമാണ്. ഇവിടെ കിണർ കുത്തിയിട്ടൊന്നും കാര്യമില്ല, ഈ വെള്ളമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സപ്ലൈ ഉള്ള ഫിൽട്ടർ വാട്ടർ പൈപ്പ് ലൈൻ ആണ് ഇതിലേക്ക് ഉള്ളത്, അത് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവരത് ഉപയോഗിക്കുവാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു കുടം കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു കുടം വെള്ളം കൊണ്ട് ഒരു കുടുംബത്തിന് എന്തായാലും ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. വെള്ളം എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. വെള്ളം, വെളിച്ചം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു സ്ഥലത്ത് ജീവിക്കാം എന്നാണ് പറയാറ്. അങ്ങനെയെങ്കിൽ ഇവർക്ക് വെള്ളം ഒരു കുടമൊന്നും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇവരെന്തായിട്ട് ഒരു 5-6 കുടം നിരത്തി വെക്കാനുള്ള ഒരു ട്രോളി പോലത്തെ ഒരു സാധനം അവരെന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇവിടെ ആരുടെ മണ്ടയിൽ ഉദിച്ച ഒരു ഐഡിയ ആണത്. ഏതായാലും കൊള്ളാം. അങ്ങനത്തെ ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിലാണ് ഗ്രാമീണരെല്ലാവരും അവരുടെ കുടങ്ങളൊക്കെ അടുക്കി വെച്ച്, അതായത് 5ഓളം കുടങ്ങൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി അടുക്കി വെച്ച് ഈ 5 കുടങ്ങളിലും വെള്ളം നിറച്ച് അതങ്ങനെ തള്ളി കൊണ്ടുവരാണ്. ഒരാൾക്ക് തന്നെ ഒരൊറ്റ നടത്തത്തിൽ തന്നെ 5 കുടം വെള്ളം വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. മറ്റേതാണെങ്കിൽ ഒരാൾക്ക് 2 കുടം വെള്ളമോ 1 കുടം വെള്ളമോ കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതാണ് ആ ഒരു ചെറിയൊരു എന്താ പറയാ ഉന്തുവണ്ടി കൊണ്ട് അവർക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് ഒരു ഹോട്ടലിനടുത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ അവിടെ നിന്ന് ചായ കുടിക്കാതെ ഒരു 9 മണി ആയിക്കോട്ടെ എന്നിട്ട് ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു 8 മണി കഴിയട്ടെ എന്നിട്ട് ചായ കുടിക്കാന്ന് കരുതിയതാണ്. പക്ഷേങ്കിൽ ഇതുപോലെ കിടക്കുവാണ് റോഡ്. കടകളോ കമ്പോളങ്ങളോ ഒന്നുമില്ല, ഒരു ഹോട്ടൽ പോലും ഇല്ല. എവിടുന്നേലൊക്കെ ചായ കിട്ടൽ നിർബന്ധം. ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ കൊടുത്തിട്ട് പോരാരും. ഉപ്പാണ്, ഉപ്പുമലകൾ, ഉപ്പ് കുന്നുകളാണ് കാണുന്നത്.
ഉപ്പ് പൊന്തി തുടങ്ങുന്നുണ്ട് ഇവിടെ കേട്ടോ. ഓ ധാരാളം ഉപ്പുപാടമാണ് ഇവിടെ. ഉപ്പ് പൊന്തി തുടങ്ങുന്നുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അവർ വാരുന്നൊന്നുമില്ല. വാരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇറങ്ങാറുണ്ട്. ഇപ്പൊ അതുപോലത്തെ പാടങ്ങൾ നമ്മൾ ഇന്നലെയും കണ്ടല്ലോ. പക്ഷെ ഉപ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. ഒന്നും കാണാതെ നമുക്ക് വാരണൊരു സീൻ ആയിക്കോട്ടെ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു രസമാണല്ലോ ഇത് വാരണം കൂടി കാണുമ്പോ. അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ തന്നെ ഉള്ളു. അല്ലാതാണെങ്കിൽ ഒരു ഉപ്പ് കാണിക്കാനാണെങ്കിൽ നമുക്ക് കാണിക്കാം. ഞാൻ കാണിച്ചു തന്നാലും നമ്മൾ അന്ന് കണ്ടത് മിസ്സായിട്ട്. ഇവിടെയൊക്കെ പാടങ്ങളെ ഉഴുത് മറിക്കുവാണ് ട്രാക്ടർ ഉപയോഗിച്ച്. ഒരുപാട് ആളുകൾ ഒരു വെയിലും കൊണ്ട് ആ ഒരു പാടത്തുണ്ട്. അതുപോലെ തന്നെ ട്രാക്ടർ ഉഴുത് മറിക്കുന്നുണ്ട്. അവരടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇവരുടെ ഏറെ പ്രത്യേകതമായിട്ടുള്ളൊരു ജീവിത രീതിയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് ആണത്. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും വ്യവസായം ഞങ്ങൾ കൈവിടില്ല, കൃഷിയെ ഞങ്ങൾ ഒഴിവാക്കില്ല. അത് അവരുടെ ജീവിത മാർഗം കൂടിയാണ്, അവരുടെ അന്നമാണ്. അവരുടെ മാത്രമാണോ, നമ്മളുടെയും കൂടി അന്നമാണത്. അപ്പൊ ഒരുപാട് ഏക്കർ കണക്കിന് ഏരിയ, അതിനപ്പുറത്ത് അങ്ങ് ദൂരെ ആൾക്ക് പച്ചപ്പ് കാണുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് കടലാ. ഈ കടലിന് ഇപ്പുറത്ത് ഈ മണലോട് കൂടിയിട്ടുള്ള ചെളിയാണിത്. മണലോട് കൂടിയുള്ള ഈ ചെളിയിൽ അവര് കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ കടലിന്റെ കരയിലുള്ള ആളുകൾ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും വ്യവസായം നാങ്കയുടെ മട്ടോ അതാണ്. ഒരു ഉപ്പുപാടത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഏതായാലും വണ്ടി ഒന്ന് ചൂട് മാറ്റാൻ വേണ്ടിയിട്ട് നിർത്താനായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഉപ്പുപാടത്തന്നെ നിർത്താം, നമുക്ക് ഉപ്പും കാഴ്ചയും കാണാം. പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല, ഇതൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഉണങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഉപ്പ് ഉപ്പുമല, അവിടെ നോക്കുന്ന ഒരു മല കിടക്കുന്നു. ഉപ്പിട്ട് കയറാൻ പറ്റുമോ ഫുള്ളായിട്ട് ഉപ്പ്. ഇതുവരെ കളച്ചെടുക്കുന്ന കാണണം. ഇവർ മറ്റേ കമ്പിപ്പാറയൊക്കെ അല്ലേ, ഇനി ഇവിടുന്ന് ലോഡാക്കുമ്പോഴേ കമ്പിപ്പാറ ഉപയോഗിച്ച് കുത്തി എടുത്താൽ ഈ സാധനം കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ അത് കൈകൊണ്ട് ഇങ്ങനെ കോരിയാൽ കിട്ടൂല. അത്ര കണ്ട് ഉറച്ചിട്ടുണ്ടാവും ഇത്, മനസ്സിലായോ? അതാണ് വെയിൽ കൊള്ളാൻ വേണ്ടി ഷീറ്റ് ഇടാതെ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു വെളിച്ചാകുമ്പോൾ വരുന്നത് അറിയാം, കണ്ണിലേക്ക് എടുക്കുകയാണ്. പിന്നെ പാടങ്ങളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊന്തുന്നുണ്ട്. അവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ട് നിങ്ങൾ, അതിലൊക്കെ പൊന്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പൊന്തി വരുന്നു. ഞാൻ ഏതായാലും വണ്ടി ഒന്ന് നിർത്തണം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10-15 മിനിറ്റ്. അപ്പോൾ ആ ഒരു നേരത്തിന് നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാം എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ തന്നെ കുറച്ച് ഏരിയ കാണിച്ചതാണ് ഞാൻ. എന്താ ഉപ്പ് 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 ഉപ്പില്ലെങ്കിൽ പിന്നെ ഒന്നൊരു രസം ഉണ്ടാവില്ല അല്ലേ. ഭൂരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം 10 മണിയായി. ഒന്നും കഴിക്കാൻ വേണ്ടി കിട്ടിയില്ല വരുന്ന വഴിക്ക്. നമ്മൾ ഏതാണ്ട് രാമനാഥപുരം എത്താനായി. ഇവിടുന്ന് 12 കിലോമീറ്റർ കൂടി ഉള്ളൂ രാമനാഥപുരത്തേക്ക്. അപ്പോഴാണ് നമ്മൾക്ക് കിട്ടിയത്. ഇനി നമ്മൾക്ക് മൊത്തത്തിൽ, അതായത് രാമേശ്വരത്തേക്ക് നമുക്ക് 67 കിലോമീറ്റർ കൂടി ഉള്ളൂ. അപ്പം നമ്മൾ രാമേശ്വരം, ധനുഷ്കോടിയൊക്കെ ഇന്നലെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ. ചിലപ്പോൾ ഇന്ന് ഉച്ചഭക്ഷണം നമ്മൾ കുക്ക് ചെയ്യാതിരിക്കേണ്ടി വരും. ഇന്നത്തെ കുക്കിങ് നമ്മൾ ഒഴിവാക്കിയാലോ എന്ന് കരുതുന്നുണ്ട് ഞാൻ. കാരണം നമ്മൾ കുക്കിംഗ് കൂടി ചെയ്യുമ്പോഴേക്ക് നമുക്ക് ടൈം ഒരുപാട് പോവുകയും, അപ്പോൾ നമ്മൾ കരുതിയ പോലെ നിൽക്കില്ല. നോക്കട്ടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ശരവണ എന്നാണ്. താങ്ക്സിനെ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോകുന്ന വഴിയിൽ ഒന്ന് ഇറങ്ങിയതാണ്. ഒരുപാട് കാര്യങ്ങൾ ശരവണേട്ടൻ എനിക്ക് ഈ ഒരു കരിക്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അതായത് ഇത് നമ്മൾ ചിക്കൻ പൊള്ളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കരി നിർമ്മിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. കരി നിർമ്മിക്കുന്നത് ഞാൻ അതിലെങ്ങനെ പോകുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സ്ഥലം കാണുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ. ഇപ്പോൾ ഇതുപോലത്തെ സംഭവം ഇപ്പോൾ ആദ്യം കണ്ടങ്ങൾ, ആദ്യം വിറകുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേലേക്ക് പിന്നെ ചകിരി കയറ്റിയിട്ട് അത് പിന്നെ ഇങ്ങനെ തീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുകഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ് ചെയ്യുന്നത്. പുകയുമാണ്, പുകഞ്ഞ് ഇങ്ങനെ കരിയായി മാറുന്നുണ്ടോ. അപ്പോൾ അവർ മേലേക്ക് അവരങ്ങനെ കയറ്റുവാണ്. അപ്പോൾ അത്തരത്തിൽ പുകഞ്ഞ് നിൽക്കുന്നതാണത്. ഇത് കരിയെടുത്തതിൻ്റെ ഇത് 3rd ക്വാളിറ്റി. ഇത് 3 ക്വാളിറ്റി ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, 3rd ക്വാളിറ്റി, അങ്ങനെ 3 ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഉണ്ടോ, അതിങ്ങനെ അടുക്കിടയ്ക്ക് ഓരോ പിരമിഡ് പോലെ അവരുണ്ടാക്കി വെച്ചിട്ട് ഒരു ഏരിയ ഫുൾ. ഞാൻ അതിൽ പോകുമ്പോൾ ഇങ്ങനെ പുകയുന്നു, ഇവിടെ തന്നെ ഇങ്ങനെ പുകയുന്നു, ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നു. അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്, എന്താണത് കാണാൻ വേണ്ടിയിട്ട്, ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ട്. തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ചെയ്യും, ചോദിക്കാൻ കഴിയും ചെയ്യില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവർ ഇതിങ്ങനെ കാട്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, 3rd ക്വാളിറ്റി, അങ്ങനെ 3 ക്വാളിറ്റിയാണുള്ളത്. ഇവരിത് ചെയ്യുന്നത് കമ്പനികൾക്ക് കൊടുക്കുകയാണ്.
അതായത് ഇവിടെ നിന്നും ഇത് കമ്പനികൾക്ക് ഫസ്റ്റും സെക്കൻഡും ക്വാളിറ്റികൾ തരംതിരിച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡും ക്വാളിറ്റി തരംതിരിക്കും. എന്നിട്ട് ഇവരിത് കമ്പനികൾക്ക് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റും സെക്കൻഡും ചാക്കുകളായിട്ട് മൂട്ടകളായിട്ട്, അതായത് ചാക്കിൽ പാക്ക് பண்ணிയിട്ടാണ് അവർ കൊടുക്കുന്നത്. മൂന്നാമത്തെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തന്നെ, അതായത് മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതുപോലത്തെ ചെറിയ ചെറിയ പീസുകളായിരിക്കും. അങ്ങനത്തെ ഒരു കച്ചറ തൊലി അത് ഇതൊക്കെ പെടുന്ന കച്ചറ പീസുകളായിരിക്കും. അങ്ങനത്തെ കച്ചറ പീസ് ഇവർ ഒന്നായിട്ട് ലോഡാക്കിയിട്ട് കൊടുക്കുക. അതായത് അത് മൂട്ട കണക്കിനല്ല, കിലോ കണക്കിന് വെച്ചിട്ട് കിലോ റേറ്റ് അനുസരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ട ചകിരിയാണ്, നമ്മുടെ തെങ്ങിൻ്റെ ഞാരുണ്ട്, അതുപോലെ തന്നെ അതന്നെ ഉള്ളൂ. മരത്തിൻ്റെ തൊലികളുണ്ട്, ചെറിയ ചെറിയ മരത്തിൻ്റെ ചെറിയ തൊലികളുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെയാണ്. ഇവിടെയുള്ള ആളുകളല്ല, ഇതൊരു മൊത്തത്തിലൊരു പുറമ്പോക്ക് ഏരിയ ആണിത്. പുറമ്പോക്ക് ഏരിയയിൽ ഇവർ കുടുംബമായിട്ട് ഫാമിലിയായിട്ട് വന്നിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് ചെയ്യുന്ന ഇവരുടെ ഒരു ബിസിനസ്സാണത്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ മരത്തെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മരത്തെയാണ് നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞത് നിങ്ങളോട്, ഈ ഒരു മുൾച്ചെടി ഇവരുടെ വ്യവസായത്തെയൊക്കെ നശിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മരം മുറിച്ച് കാട്ടിൽ പോയിട്ട്, അതായത് അങ്ങോട്ട് ഒരു 6 കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ കടലാണ്, അതായത് ബംഗാൾ ഉൾക്കടലാണ്. ആ കടലിൽ അങ്ങോട്ടേക്ക് ഉൾക്കാട് തന്നെയാണല്ലോ. അവിടെ പോയിട്ട് മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു പിരമിഡ് പോലെ ആക്കി, കൃത്യമായ അളവിൽ കട്ട് ചെയ്ത് പിരമിഡ് പോലെ ആക്കിയിട്ട് അത് ഈ പറഞ്ഞ മാതിരി ചകിരിയെല്ലാം കയറ്റി തീ കൊടുത്ത് അങ്ങനെ കരിയാക്കി മാറ്റുന്ന ഒരു ഏരിയ. ഇത് ഞാൻ ചോദിച്ചവരോട് ഇത് റെൻറ്റിനൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണോ? അങ്ങനെ റെൻറ്റൊന്നുമില്ല, റെൻറ്റൊന്നും ഉണ്ടായാൽ നമുക്ക് മുതലാവില്ല എന്നാണ് നമ്മോട് പറഞ്ഞത്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ മാത്രം അത് ഫുള്ളായിട്ട് കത്തിപ്പോകാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ ഒരു കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം അടിക്കും. അതുകൊണ്ട് അതിനാണ് ഈ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അവർ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ 2, 3, 4 ഷെഡ് അവർ കെട്ടിയിട്ടുണ്ട്. അവരുടെ വീട്ടിലെ ഫാമിലി എല്ലാവരും ഒന്നും ഇവിടെ ഇല്ല. ഇവർ ജോലി ചെയ്യാൻ മാത്രമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവർ ഇവിടുത്തെ ഈ ലോക്കൽ ആളുകൾക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്, 1-2 പേർക്കൊക്കെ അവർ ജോലിയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അവർ പുകഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് വെള്ളമടിച്ച് വെച്ചതാണ്, വെള്ളമടിച്ച് അതിൻ്റെ ആ തീയിൻ്റെ പവർ കുറച്ച് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതാണ് ആ വിറക് കെട്ടുകൾ എന്ന് പറയുന്നത്. എന്തായാലേ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായി. അത് നമുക്ക് എന്താ പറയുക, ഞാനത് ഇതുവരെ കണ്ടില്ല അങ്ങനെ കരി ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാനിനി ഇവിടുന്ന് പോവുകയാണ്. പുകഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളുടെ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ പൊള്ളിക്കാനൊക്കെ വേണ്ടിയിട്ട് കരികൾ. അപ്പോൾ അതൊക്കെ ഇത്തരത്തിൽ ആളുകൾ നിർമ്മിക്കുന്നതാണ്. കണ്ടോ, ചെറിയ ചെറിയ കൊമ്പുകളാണ് അവരിതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ വലിയ കൊമ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുമായിരിക്കാം, എനിക്കതാണ് തോന്നുന്നത്. ഈ ചെറിയ കൊമ്പുകൾ നമുക്ക് പുറത്ത് കാണുന്നത്, വലിയ കൊമ്പുകൾ ഇതിനകത്തുണ്ടാവും. ചെറിയൊരു ഏണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയല്ലേ. ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഏരിയ ആണിത്. കണ്ടോ, വിറക് കെട്ടുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട്. ഈ കെട്ടുകളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വലിയ കമ്പൊന്നും വല്ലാതെ കാണുന്നില്ല എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടണമെങ്കിൽ അവർക്ക് കുറച്ച് വലിയ കമ്പ് കിട്ടണം. അത് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ചെറുത് ഇത്ര. അപ്പോൾ അറ്റപ്പൊടിയാവുന്ന ഈ ടൈപ്പാണ് തേർഡ് ക്വാളിറ്റി. അത് അവർ അങ്ങനെ ലോഡാക്കി വിടുന്നതാണ്. ഏതായാലും ഞാൻ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. കൊള്ളാമല്ലേ. ആ സൈഡിലേക്ക് അങ്ങോട്ട് പോയാൽ അത് നമ്മൾ വരുമ്പോൾ നേരെ ആയിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. നമുക്ക് രാമനാഥപുരം സെൻട്രലിലൂടെയൊക്കെ പോവാം, അതായത് ടൗണിലേക്ക് പോവാം. നമ്മൾ ടൗണിലേക്ക് പോവാതെ നമ്മൾ നേരെ രാമേശ്വരം പിടിക്കുവാണ്. ഇനിയിപ്പോൾ ടൗണിൽ കയറുന്നില്ല, നമുക്ക് പോരുമ്പോൾ ആണെങ്കിൽ ടൗണും കൂടെ അങ്ങനെ പോരാം, ടൗൺ ഒന്ന് കാണാം. നേരെ പോയി കഴിഞ്ഞാൽ കന്യാകുമാരിയിലേക്കാണ്. കന്യാകുമാരിയിലേക്ക് ഇവിടുന്ന് 259 കിലോമീറ്റർ ആണ്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് രാമേശ്വരം, 51 കിലോമീറ്റർ. ആ ഇതിൽ എത്രയാണ് കാണിച്ചത് ഞാൻ മറന്നു. അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ഞാൻ കന്യാകുമാരിയാണ് നോക്കിയത്. കന്യാകുമാരിക്ക് പോണ വഴിയാട്ടോ. കുറെ ആൾക്കാർ രാമേശ്വരത്തേക്കാണല്ലോ ഇഷ്ടം പോലെ, ഇവിടുക്കാണല്ലോ എല്ലാവരും തിരിയണം. പോയി രാമേശ്വരം 49, ധനുഷ്കോടി 68. കരിമ്പനകളെല്ലാം കണ്ടു തുടങ്ങി. ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മൾ പാമ്പൻ പാലം എത്തുന്നതാണ്. ഏതാനും മണിക്കൂറുകളില്ല, നിമിഷങ്ങൾ മാത്രം. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കരയിലൂടെ ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചങ്ങായിമാരെ ശ്രദ്ധിക്കട്ട, ഇപ്പുറത്തുകൂടെ നമ്മളുടെ ഇന്ത്യൻ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. അതാ കിടക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രം. എവിടെയെങ്കിലും ഈ സ്ഥലം കിട്ടിയാൽ കുക്ക് ചെയ്യണമെന്ന് ഞാൻ കരുതിയായിരുന്നു, പക്ഷെ ഒന്നും കാണാനില്ല. പച്ച കളർ വെള്ളമായിട്ടാണല്ലോ കിടക്കുന്നത്. ഞാൻ നീല കളറൊക്കെ പ്രതീക്ഷിച്ചു. എന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറന്നുകൊണ്ട് അതാ ഇന്ത്യൻ മഹാസമുദ്രം. അത്
ഇങ്ങനെ അലയടിക്കുന്നത്. ബംഗാൾ ഉൾക്കടൽ നല്ല നീല കളറായിട്ടാണ് കിടക്കുന്നത്. ഓ മൈ ഗോഡ്, ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണാനാണ് വരെ ഞാൻ നടുവിലാണ് പോകുന്നത്. അത് നമ്മളുടെ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ. രണ്ട് കളറിൽ കാണുകണ്ട. എവിടെ എത്തി മോനെ? എന്താ ഇതിന്റെ ഒരു ഭംഗി എന്നിട്ടാ ഏത് സൈഡിലേക്ക് നോക്കണല്ലോ. പക്ഷെ ഈ ബംഗാൾ കാണാനാട്ടോ ഭംഗി. ബംഗാൾ നല്ല നീല കളറിൽ നിൽക്കണ്ടാ. ആണോ? നമ്മളെയൊക്കെ കുറച്ച് പച്ചയായിട്ട് കറങ്ങി നിൽക്കുകയാണ് കുറച്ചൊക്കെ. ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരും ധനുഷ്കോടി, അതായത് അതിന്റെ അറ്റത്തേക്കാണ്. പക്ഷെ ശരിക്കും ഇതല്ലേ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ? കാരണം എന്താ വെച്ചാല് മറ്റു നമ്മളൊരു ഐലൻഡിലേക്കാണല്ലോ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പമ്പൻ പാലം കയറാൻ വേണ്ടി പോവുകയാണ്. പമ്പൻ പാലത്തേക്ക് സ്വാഗതം. അവന്റെ മക്കളെ 2 കിലോമീറ്റർ ദൂരം. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന ഈ പാലം ഉണ്ടല്ലോ, ഇത് പാമ്പൻ പാലം ഇതല്ല. പാമ്പൻ പാലം എന്ന് പറയുന്നത് അപ്പുറത്ത് കാണുന്ന റെയിൽവേ ട്രാക്കോട് കൂടിയിട്ടുള്ളതാണ്. മനസ്സിലായോ? അതിനെയാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇത് പാമ്പൻ റോഡ് പാലം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഏതാണ്ട് 1988 നമ്മളിപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ റോഡ് പാലം അവർ നിർമ്മിക്കുന്നത്. ഈ പാലം ഉണ്ടല്ലോ, ഈ റെയിൽവേ പാലം, അതിൽ 2 ഉണ്ട്. ഒന്ന് പുതിയതുണ്ട്, പഴയതുണ്ട്. അതിൽ പഴയത് 1911 നിർമ്മാണം ആരംഭിച്ച 2014 പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമായി. ഇപ്പൊ മറ്റത് പുതിയ പാലമാണ്. അതിന്റെ ഫുൾ പണിയൊക്കെ തീർന്ന് സെറ്റായി കിടക്കുകയാണ്. ഏതായാലും അങ്ങോട്ടേക്ക് നോക്കിയാൽ ബംഗാളിനെ കാണാം, ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇന്ത്യയെ കാണാം. അയ്യോ, പാമ്പൻ പാലത്തിന്റെ മുകളിലൂടെ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോളടാ, നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത്. മക്കളെ അതിലൊക്കെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. ആ സൈഡ് ഇറങ്ങി കാണാൻ തന്നെ കരുതിയിട്ടാണ്. മക്കളെ നമ്മുടെ വണ്ടി അതാണ് എനിക്ക് ശ്രദ്ധിക്കണം. നമ്മള് ശ്രദ്ധിക്കണം. ഇവിടെയും കൂടി ഒന്ന് നോക്കിയിട്ട്. അയ്യോ പൊന്നളിയാ പോ നമ്മള്. ഇവിടെ എന്നാലേ ചിലപ്പിനി ഒരു ഫൈനൊക്കെ കിട്ടാതായതുണ്ട്. എന്തിനാ വെറുതെ അല്ലേ? അടിപൊളി. വീണ്ടും ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെയാണല്ലേ പഴയ പാലത്തിന്റെ ആ ഒരു ബോട്ട് വരുമ്പോ പൊന്തണ, അല്ലെങ്കിൽ വലിയ വലിയ ബോട്ടുകളൊക്കെ പോലെ കപ്പലുകളൊക്കെ പോകുമ്പോ പൊക്കാനുള്ള സംഭവമൊക്കെയാണ്. ഇതാ പുതിയ പാലത്തിനുണ്ട്. അതൊന്ന് ചെറിയൊരു എഞ്ചിൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഒരു സൈഡില് നീല കളർ വെള്ളമാണെങ്കിൽ മറ്റേ സൈഡില് പച്ച കളർ വെള്ളമാണ്. കാറ്റിന്റെ ശബ്ദം കൊണ്ടേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഇത് താൽക്കാലികമായിട്ടുള്ള റെക്കോർഡിംഗ് ആണ്. ഇതെന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല കാറ്റാ, നല്ല കാറ്റിന്റെ ഡ്രസ്സൊക്കെ പാറിപ്പോകുന്നുണ്ട്. ഞങ്ങള് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കാണിക്കുകയാണ്. അത്ര കണ്ട് കാറ്റുണ്ട് ഇവിടെ. അതാണ് ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾക്ക് കേൾക്കാത്തത്. 1964 രാമേശ്വരം അല്ലെങ്കിൽ ധനുഷ്കോടി ചുഴലിക്കാറ്റ് മറന്നിട്ടില്ല. സൈനാപകടം മറന്നിട്ടില്ല. എന്താ പറയാ, ഞാന് അത് ഓർക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് പാടില്ല. അത് പറയാം. പിന്നെ നമ്മളെന്തായാലും ധനുഷ്കോടി ഉണ്ടല്ലോ, നമുക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാം. ഞാൻ പാലത്തിന്റെ ചോട് കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടേ ഇതിലൊന്ന് തിരിയാണ്. അതായത് താഴത്തുനിന്ന് മേലേക്ക് നോക്കാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. ഉണ്ടാവുകയും ഇതിൽ പോയാൽ മിക്കവാറും ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ആ ഒരു വഴി, ഈ ഒരു വഴിയിലൂടെ കയറിയിട്ടുണ്ട്. നേരെ താഴത്തെന്തോ മാർക്കറ്റ് പോലെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. മാർക്കറ്റ് പോലെ എന്തോ നേരെ താഴത്തല്ല. നമുക്ക് ഇതിൽ പോയിട്ട് പറ്റും. അങ്ങനെ എനിക്ക് അവസാനം ഒരു റോഡ് കാണാനിടയായി. ഈ റോട്ടിലൂടെ നോക്കുമ്പോ തന്നെ നമ്മൾക്ക് ദൂരെയായിട്ട് ആ ഒരു പാമ്പൻ പാലം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ഒരു വില്ലേജ് ഏരിയ ആണ്. വില്ലേജ് എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം, എന്നാ ടൗൺ തന്നെയാണ്.
അവരുടെ മീൻപിടുത്തം, അതുപോലെ തന്നെ അവരുടെ ബോട്ട്, വല, അതുപോലെ തന്നെ നങ്കൂറൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യുന്ന അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗി എന്താണെന്ന് അറിയാം. നമ്മളിപ്പോ പാലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പാലത്തിന്റെ ചോട്ടിൽ നിന്ന് പാലത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ താഴത്തു നിന്ന് മേലേക്ക് നോക്കുമ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാണ്. ഞാനും തന്നെ ഈ ഒരു കാഴ്ച കൊണ്ട് സത്യം പറഞ്ഞ വല്ലാത്ത സന്തോഷം, എനിക്ക് എന്താ അറിയില്ല, ഭയങ്കരമായിട്ടുള്ള സന്തോഷം. അതുപോലെ തന്നെ നല്ല കാറ്റാണ്, ഇവിടെയും തന്നെ നല്ല കാറ്റ്, അതാണ് ഈ റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടുകളൊന്നും പോയിട്ടില്ല, ബോട്ടുകളൊക്കെ പോവാതെ എല്ലാവരും ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. ഒരു 3-4 ചേട്ടന്മാർ അവിടെ ഉണ്ട്, ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ചോട്ടിലായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളാണ്. അതുപോലെ തന്നെ അവരുടെ ചെറിയ ചെറിയ ഷെഡുകളൊക്കെയാണത്. ഇവിടെ ഇങ്ങനെയായിട്ട് നമ്മളുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് കുക്ക് ചെയ്യണമെന്ന് കരുതിയതല്ല, പക്ഷേങ്കിൽ നമുക്കിന്ന് കുക്ക് ചെയ്യാൻ നല്ലത്. ഈ ഒരു ബക്കറ്റ് വെള്ളം അവരവിടെ നിന്ന് തന്നതാണ്. അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇത് ഇവരുടെ ഇങ്ങനെ ഒരു ഷെഡാണ്. ഈ ഒരു ഷെഡിനകത്ത് വെച്ചാണ് അവർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് നമ്മളോട്. നമ്മളപ്പോൾ നമ്മുടെ ഗ്യാസും അടുപ്പും ഒക്കെ എടുത്തിട്ട് ഇവിടെ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് ക്ഷേത്രം ദർശനം ചെയ്യാനുള്ളത് കൊണ്ട്, ക്ഷേത്രത്തിൽ കയറാനുള്ളത് കൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ചെറുപയർ കഞ്ഞി ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാലും ബീച്ചും ബോട്ടുകളും ഒക്കെ, അതാണ് ഇന്നത്തെ എൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയും കണ്ടിട്ട് ഞാനിവിടെ ഇരുന്ന് കുക്ക് ചെയ്യുവാണ്. എന്താ പറയുക, ഇവർ നല്ല സപ്പോർട്ടായിരുന്നു. ഇന്നിവിടെ നിൽക്കാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എങ്കിൽ ഞാൻ അവിടെ പോയിട്ട് പെരിയ കോവിൽ പോയിട്ട് ഭഗവാനെ കണ്ട് പിന്നെ നേരെ ധനുഷ്കോടി പോകണം. പെരും ചൂടാണ്. ഇങ്ങനെ ചൂട്ടിട്ട് വെച്ചാൽ തണലുള്ള മരത്തിൻ്റെ ചൂട്ടിലൊന്നുമല്ല നമ്മുടെ കുക്കിങ്. അവിടെ ചോറൊക്കെ കഴിക്കണം, പക്ഷേ എങ്കിൽ ചൂടാണ്. ബെസ്റ്റിട്ടാണ് ഈ വെച്ചത്. കുറച്ച് ചെറുതാണ്ട വെളുത്തുള്ളി അച്ചാറ്. അടിപൊളി അച്ചാർ കേട്ടോ. പുറത്ത് കാട്ടിയാൽ മതി, നല്ല കാറ്റാണ്. ഈ ഒരു പാലത്തിൻ്റെ ചോട്ടിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും ഞാൻ വിടുവാണ്. ഞാൻ നേരെ രാമേശ്വരത്തേക്ക് നമ്മൾ എത്തിയില്ലല്ലോ, നമ്മൾ ഉള്ളിലേക്ക് കയറിയില്ലല്ലോ. നമ്മൾ തുടക്കം പാലം കഴിഞ്ഞ് പാലത്തിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ. നമുക്കിതിലെങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ പോയി കയറും, ബാക്കിയൊക്കെ പോകണം പോയിക്കോ. ഭയങ്കര ചൂട്. അതുപോലെ തന്നെ ഞാൻ ഈ ബോട്ടൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു, ഇന്ന് എന്ത് പറ്റി, ഇന്നാരും കടലിൽ പോകുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു നല്ല കാറ്റാണ്, ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട് ഇന്ന് കടലിലേക്ക് ആരും ഇറങ്ങരുത് എന്ന്. അപ്പോൾ അതുകൊണ്ടാണെന്ന് ആരും പോകാഞ്ഞത്, എല്ലാവരും ഇന്ന് ലീവ് എടുത്തു. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും നല്ല പരിപാടിയിലേക്കാണ് എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ആ ഒരു ഇതിൻ്റെ കൂട്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ പോയില്ല, അവരവരുടെ ഒരു ദിവസം ലീവിൻ്റെ ഒരു പരിപാടിയിലായിരുന്നു. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ, നമുക്ക് മെയിൻ റോഡിൽ കയറാം. അവിടെ ഭയങ്കര ചൂടാണ്, മരങ്ങളുടെ ഇടയിലോ നല്ലല്ലോ, നമ്മൾ ഓപ്പണായിട്ട് നിൽക്കുമല്ലേ. റോട്ടിലേക്കൊക്കെ പൊടികളൊക്കെ പാറി വരികയും ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ആ ഒരു ഷെഡിനകത്ത് കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് നന്നായി. ഇല്ലെന്നാണെങ്കിൽ ആകെ പണി കിട്ടിയത്. ഇവിടെ മരത്തിന്റെ ചോട്ടിലൊക്കെ ആണെങ്കിലേ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. കുറച്ച് നേരത്തെ ശാന്തമാവും, പിന്നെ നല്ല ശക്തിയിൽ കാറ്റടിക്കുകയാണ് ചെയ്യുന്നത്. പോകുന്ന വഴിയിലാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഉള്ളത്. എന്നാൽ പിന്നെ അതുകൂടിയും കണ്ടിട്ട് അദ്ദേഹത്തെ കൂടി കണ്ടിട്ട് പോവാം എന്ന് കരുതി. എല്ലാവർക്കും അറിയാലോ APJ അബ്ദുൽ കലാം സാറാണ്. അപ്പോ ഇതിന്റെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്തേക്ക് ക്യാമറ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഇവിടെ ക്ലോക്ക് റൂം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതായത് ഇന്ത്യയിലെ യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച വ്യക്തി, മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞ, അങ്ങനെ എന്താ പറയാ, ഒരുപാട് അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് ഒരിക്കലും പുകഴ്ത്താനോ വാഴ്ത്താനോ പറ്റാത്ത അത്രയും വലിയ ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ അതിനകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല. ഞാൻ ഇവിടെ ഈ ഒരു പുറംമൂടി മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് തണ്ണിമത്തനെ എൻ്റെ നാട്ടിൽ ഇതിനെ വത്തക്കെന്ന് പറയും. അപ്പോൾ അതിനകത്ത് കയറി ഇതുപോയി പാസ്സാവുന്നവർ എന്തായാലും ഒന്ന് കയറി കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. കൊള്ളാം, അടിപൊളി, നല്ല വൃത്തിയിൽ സെറ്റപ്പായിട്ട് കൊണ്ടിറങ്ങുന്നു. നമുക്കിവിടെ നിന്ന് ഇറങ്ങാം, അത് കഴിച്ചാൽ ഇറങ്ങും. കുറച്ച് വാട്ടർമെലൺ. അടുത്തതായിട്ട് ഞാൻ പോകുന്നത്
ഇവിടുത്തെ വലിയ ക്ഷേത്രത്തിലേക്കാണ്, രാംനാഥ് സ്വാമി ടെമ്പിളിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്ര ദർശനം ഉണ്ടെന്ന്. ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് 3 PM നട തുറക്കും. ഇപ്പൊ നട അടച്ചു. 3 PM നട തുറക്കുന്നതാണ്. ഇപ്പൊ സമയം 2:35 ആയിട്ടുള്ളൂ. അരമണിക്കൂർ കൂടി ഉണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് തന്നെ പോകുന്നത്. ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം, എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ഒരുപാട് മുമ്പ് വന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കുറെ ആയി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ അങ്ങ് ദൂരമായിട്ട് ക്ഷേത്രത്തിന്റെ ഗോപുരമൊക്കെ കണ്ടു തുടങ്ങി. നല്ല എന്താ പറയാ ഹൈറ്റില് കൊള്ളാക്കാം. ഏതാണ്ട് 4 ഗോപുരങ്ങൾ ഉണ്ട് ക്ഷേത്രത്തിന്. നമുക്ക് എവിടെ വണ്ടി നിർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ. പാർക്കിങ്ങും തിരഞ്ഞ് നടക്കണ്ട ഞാൻ. സംഭവം ഞാനിപ്പോ അമ്പലത്തിൻ്റെ കുറെ കൊണ്ട് പോന്നു. ഇനിയിപ്പോ ഇവിടെ എവിടെ ഉണ്ട് പാർക്കിങ്, പക്ഷെ എവിടെയാണെന്നുള്ളതാണ് കാര്യം. എന്തായാലും നമ്മുടെ വണ്ടിനെ ഞാൻ വാതിലൊക്കെ ഇട്ട് പൂട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഞാനിന്നാ ഈ പറയുന്ന ഒരു പറമ്പിൽ നിന്നും ഇതൊരു വലിയൊരു പാർക്കിംഗ് ഏരിയ കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ പോയി നോക്കട്ടെ. ഇവിടെ കുറച്ച് ദൂരം നടക്കാണ്ട്. ലാപ്ടോപ്പും ക്യാമറയും ഫോണും മൈക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അവിടെ ക്ലോക്ക് റൂം ഉണ്ടാവും, അവിടെ കൊടുക്കാൻ പറ്റും. സമയം 3 മണി ആയിട്ടോ. ഈ നേരം ആയതുകൊണ്ട് അറിയില്ല. ഒരുപാട് ചെറുകടകളൊക്കെ അടച്ചിട്ടേക്കുവാണ്. ഇതാണ് കടൽ. കടലിൻ്റെ വക്കിലാണ് നമ്മളുള്ളത്. അതായത് ഇവിടെ ഇത് ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ. ഈ ഒരു കടലിലെ വെള്ളത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ അഗ്നിതീർത്ഥം എന്ന് പറയും. കാരണം എല്ലാവരും ബലിതർപ്പണമൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഈ ഒരു ടൈം ഈവനിങ് ടൈം ആയതുകൊണ്ടാവാം അധികം ആളുകളൊന്നും ഇല്ല. എന്നാൽ പോലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ നേരത്തെ ബലിതർപ്പണമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാഴ്ചകൾ ഒഴിവാണ്. വെറുതെ ആളുകൾ കടലിലിറങ്ങി കുളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ആളുകൾ കിടന്നുറങ്ങും. അവിടെ ക്യാനുകളൊക്കെ ഉണ്ട്. ചെറിയ ക്യാൻ എന്തിനാ വെച്ചാൽ ഈ അഗ്നിതീർത്ഥം ഈ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ വന്ന വഴി അതിലായിരുന്നു. നമ്മളിനി പോകേണ്ടത് ഇതുവഴിയാണ്. നമ്മൾ ക്ഷേത്രത്തേക്ക് ഇപ്പോഴും പോയില്ലല്ലോ. എന്തായാലും നമ്മളെ കാര്യം തട്ടിക്കാം അല്ലേ. കടലല്ലേ ബംഗാൾ ഒരു ആകെ അവശിഷ്ടമാണ് ഡേ. ഒക്കെ പൂജാ വസ്തുക്കളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളതൊക്കെ. അങ്ങ് അകലെ കാണാം ഗോപുരം. ഇങ്ങോട്ടേക്ക് നമുക്ക് വണ്ടിയൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല കേട്ടോ. വണ്ടിയൊന്നും കൊണ്ടുവരാതെ വേണം നമ്മളിവിടെ പോരുക. ഒരു വണ്ടി അലോടല്ല. ബൈക്കൊക്കെ പിന്നെ ഇവിടുത്തെ ലോക്കൽസിൻ്റെ ബൈക്കാണത്. അവർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെ ബൈക്ക് മാത്രമേ ഇവിടെ കാണുള്ളൂ. വേറെ വണ്ടികളൊന്നും ഇവിടെ കാണാൻ വേണ്ടി പറ്റണില്ല. അപ്പോൾ നമ്മൾ കിഴക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് ലൈനിൽ നിൽക്കുന്നുണ്ട്. ക്ഷേത്ര ദർശനം അത് നട തുറന്നിട്ടില്ല. നട തുറക്കാനായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ മുണ്ടൊന്നുമില്ല കുളിക്കാനൊന്നും വേണ്ടിയിട്ട്. മുണ്ട് കാര്യങ്ങളൊന്നുമില്ല. എന്താ ചെയ്യാൻ നോക്കട്ടെ. ഇവിടെ നാട്ടെ ഈ ഗോപുരം ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. വാവ് കൊള്ളാം അല്ലേ. അതിന് മുണ്ടും തിരഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ ഇവിടെ ചെറു കടകളൊക്കെ അടച്ചിട്ടേക്കാണ്. എവിടെ നിന്ന് കിട്ടുന്നുള്ളതൊരു ഐഡിയ അല്ല. മുണ്ടിട്ടീക്കും കേട്ടോ. ഒരു വെള്ളമുണ്ട വാങ്ങിയത്. ഇത് എൻ്റെ കജ്ജിലായി കഴിഞ്ഞാൽ അത് വെള്ളമൊക്കെ ചോക്കും. ഇപ്പോഴല്ല, കുറച്ച് കഴിയട്ടെ. കടലിൽ കുളിക്കാനാണ് മൂപ്പര് പറയുന്നത്. കടലിൽ ഞാൻ കുളിച്ചില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിച്ചുള്ളൂ. ഞാൻ അവിടെ മുണ്ട് വന്നേ ഏട്ടനോട് ചോദിച്ചപ്പോഴേ അതിനകത്ത് ഏതാണ്ട് 22ഓളം ഞാറുകളുണ്ടെന്ന് പറഞ്ഞത്. അവിടെ കുളിക്കാൻ വേണ്ടി 25 രൂപയാണ് ഒരാൾക്കെന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ ആക്കല്ലേ ചെങ്ങന്മാരെ. അപ്പം ഞാൻ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും എന്താ വെച്ചാൽ നേരെ ഒരുപാടായി. കുളി കാര്യമല്ല കേട്ടോ, ക്ഷേത്ര ദർശന കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എന്താ പറയുക, നേരം ഒരുപാടായി. ഇപ്പം സമയം 4:45. എന്തായാലും ഞാൻ ധനുഷ്കോടി ഭാഗത്തേക്ക് വിടുവാണ്. അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. ആ കുളി അതുണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. ഒരു 10-22 കിണർ. സത്യം പറഞ്ഞാൽ എന്ത് സംഭവം ചോദിച്ചാൽ അങ്ങനെ കിണറായിട്ട് തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ വെള്ളം തന്നെ ആവാം മൊത്തത്തിൽ. എന്താ അതിൻ്റെ സത്യാവസ്ഥക്കാരല്ല എൻ്റെ അഭിപ്രായം പറയാം. ഏതായാലും അങ്ങനെ ഒരു 10-20 കിണറുണ്ടാവും. അവിടെയൊക്കെ ആളുകളുണ്ട്. നമുക്ക് ബക്കറ്റിൽ വെള്ളം മുക്കി വരെ നമ്മൾ തലയിൽ കൂടെ അങ്ങനെ ഒഴിക്കും. എൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞപ്പോൾ മുണ്ടുന്നില്ല. പാൻറ്റൊക്കെ പോയി. അതൊക്കെ എന്താ പറയുക, നനഞ്ഞ് ആകെ തൂഫാനായി. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് പറഞ്ഞ പോലെ
ധനുഷിലേക്ക് വിട്ടോട്ടെ, ധനുഷ്കുടിയിലേക്ക് വിടണം. ധനുഷ്കുടിയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, 10-25 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേങ്കിൽ അവിടെ ക്ലോസിങ് ഉണ്ടോ അല്ലേ, ഒക്കെ അറിയില്ല. നമുക്ക് പോയി നോക്കാം. നമുക്ക് പറ്റുകയാണെങ്കിൽ ഇന്ന് അവിടെ കാണാം, ഇല്ലെന്നാണെങ്കിൽ നാളെ കണ്ടുവരും. അങ്ങനെയെങ്കിൽ നമ്മളുടെ ധനുഷ്കോടിയിലേക്കുള്ള പോക്ക് അവസാനിച്ചിട്ടുണ്ട്. അതിപ്പോ നടക്കൂലെന്ന്, നാളെ നോക്കേണ്ടി വരും. ഇപ്പൊ സമയം എത്ര ആയോ? 4:50. 5 മണിക്ക് ഒരവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആക്കും. അപ്പൊ അതിൽ പോകാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഞാന് ഇവിടെ എവിടെയെങ്കിലൊക്കെ സ്റ്റേ അടിക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ കേട്ടോ. ചെങ്ങന്മാരെ, നമ്മൾക്കിന്ന് പാർക്കിങ് കിട്ടിയൊരു സ്ഥലമാണത്. ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇടട്ടെ, ഞാനത് കഥ പറയാം. അതായത് രാമേശ്വരം വരുന്നവർ നിങ്ങൾ വെറുതെ റൂമൊന്നും എടുക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇനിയിപ്പോൾ സിംഗിളായിട്ട് വരുന്നവരുടെ കാര്യം ഞാൻ പറയണം. ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ എന്തായാലും റൂമൊക്കെ വേണ്ടി വരും. സിംഗിളായിട്ട് ഇതേമാതിരി രാമേശ്വരം ധനുഷ്കോടിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മതിലുണ്ട്. അതായത് ഇവിടേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലമാണത്. അതായത് ഈ പാർക്കിങ്ങിലല്ല, ഈ കാണുന്ന ഒരു ബിൽഡിങ്, അതിനപ്പുറത്ത് വേറൊരു ബിൽഡിങ് ഉണ്ട്. ടോയ്ലറ്റ് അതിൽ നേരെ ടോയ്ലറ്റാണ്. എന്തെങ്കിലും ചാർജ് എന്തെങ്കിലും വേണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങോട്ട് ഇവിടെ ഒരാളോട് ചോദിക്കണം ശരിക്കും കയറണമെങ്കിൽ. ഞാൻ ഇവിടെ നോക്കി ഫുള്ളായിട്ട് ആളെ, പക്ഷേ ആളെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ കയറ്റിയിട്ടിരിക്കണം, ഇവിടെ നിർത്തിയിരിക്കണം. ആൾ വരുമ്പോൾ ആൾക്ക് എന്താ മറുപടി കൊടുക്കേണ്ടത് വെച്ചാൽ അത് കൊടുക്കാം. പറ്റില്ല എന്ന് എന്തായാലും ആൾ പറയില്ല. കാരണം ആളുകൾ എന്നോട് പറഞ്ഞു കയറിക്കൊള്ളി, കുഴപ്പമില്ല, ചോദിക്കുകയാണെങ്കിൽ തന്നെ ചായ കുടിച്ചാലേ പൈസ ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഏതായാലും കുഴപ്പമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ടെൻറ്റ് ചെയ്യണമെങ്കിൽ ടെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ ഇതാ അതിനകത്ത് കിടന്നാൽ മതി. എനിക്കും തന്നെ ഞാൻ ഓവർ മഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാറ്റൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കുക. അപ്പോൾ അതാ പറയണത്. അത്ര എന്തൊരു കാറ്റ് ചുറ്റും, നമ്മളൊക്കെ ബാക്കൊക്കെ വലിക്കണ കാറ്റാണ്. കണ്ടോ, അജാതി കാറ്റാണ്. മഴ പെയ്യാൻ സാധ്യത ഉണ്ടോണ്ട്. നാട്ടിലൊക്കെ മഴയാണെന്ന് പറയുന്നുണ്ട്. കണ്ടോ, ഇരുണ്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കിടത്തം ഇവിടെ നമ്മുടെ വണ്ടി സൈഡാക്കിയാണ്. ഇവിടെ ആയിരിക്കും ഇതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ എന്താ ഒന്ന് ബെഡ് ഇടുക, ഒന്ന് എഡിറ്റ് ചെയ്യണം, അതുപോലത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ ശരിക്കും ധനുഷ്കോടി പോകാൻ വേണ്ടി പറ്റിയില്ല. നാളെ നമുക്ക് ധനുഷ്കോടി മുഴുവനായിട്ട് എടുത്തിട്ട് നാളെ തന്നെ നമുക്ക് രാമേശ്വരം വിടേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങും വേണം. അപ്പോൾ അതുകൊണ്ട് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഞാനിപ്പോൾ തന്നെ നോക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ എനിക്കൊരു 8-9 മണിയാകുമ്പോഴേക്ക് ഫ്രീ ആയിട്ട് ഒരു 9:30 ആകുമ്പോഴേക്ക് ഉറങ്ങാം എന്നുള്ള ലെവലിൽ കിടക്കാം. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പോട്ടെ, നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.